ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഹാപ്പി ഓണം. 3 മണിയായി ഗൈസ്. അതെ, അവനെ എൻ്റെ ബിഗ് ബ്രോനെ കൂട്ടാൻ പോണ സീനാണിത്. ഈ ബാംഗ്ലൂർക്കുള്ളവർക്ക് ഒരു പാതിരാത്രി അല്ലാണ്ട് രാവിലെ വരാൻ അറിയില്ലേ. അപ്പോൾ ഒന്ന് പോയി കൂട്ടിയിട്ട് വരട്ടെ ഗൈസ്, പിന്നെ കാണാം. ഗൈസ്, ഒരു നല്ല പണി കിട്ടി. ദൈവമേ, വണ്ടി പഞ്ചറായി. സ്കൂട്ടി പാതി പോകുമ്പോ ഫുള്ള് കാറ്റായിരുന്നു ഇതിന്റെ. പിന്നെ അതിനിപ്പോ ഉന്തി കൊണ്ടുവന്ന് ഇവിടെ നിർത്തി ബൈക്ക് എടുത്ത് പോണ്ട്. അയ്യോ, പാതിരാത്രി വണ്ടി എടുക്കുമ്പോ നോക്കിട്ട് എടുത്തു, പണി കിട്ടും. ഗൈസ് നോക്കൂ, പണി കിട്ടിയിട്ട് വണ്ടി ഉന്തുള്ളത്. ഈ കണ്ണനെ കണ്ടിട്ടുള്ളൂ, കണ്ണമ്പായിയെ കണ്ടിട്ടില്ല. ഇവനെ കൊണ്ടാണ് എനിക്ക് പണി കിട്ടിയത്. രാവിലെ രാവിലെ നീ വണ്ടി ഉന്തുന്ന പണി. ഷോ അയ്യോ, ടയർ പുറത്തു വന്ന പോലെ ഉണ്ട്. ഗൈസ്, അപ്പൊ അവനെ കൂട്ടിട്ട് വന്നിട്ട് ഇപ്പൊ ബാക്ക് ടു ദ വർക്ക്. ഒരു ഉറക്കം ഉറങ്ങിട്ട് വരാം. രാവിലെ എണിച്ച് നല്ല വൈബാക്കണം. എല്ലാരും ഓണത്തൊക്കെ എത്തിനും. ഇപ്പൊ അവിടെ പവനേട്ടനെ കണ്ടതേ ഉള്ളൂ ബസ് സ്റ്റാൻഡില്, ഒരു പട. സോ രാവിലെ കാണാം. ശുഭതി ഗൈസ്. അപ്പോ അമ്പലത്തൊക്കെ പുറപ്പെട്ടു. ഇതാണ് ഇന്നത്തെ ഒരു ഔട്ട്ഫിറ്റ്. കളറായിട്ടുണ്ടല്ലോ ഓണം ഔട്ട്ഫിറ്റ്. ഇനി വന്നിട്ട് വേണം പൂവൊക്കെ ഇട്ട് സെറ്റാക്കണം. അപ്പൊ അമ്പലത്തേക്ക് പോയിട്ട് വരാം. സോണത്തും വിഷുക്കും ടെമ്പിൾ റണ്ടകനാണ് ഇവിടെ സംഭവം. ലാസ്റ്റ് എന്നെ ലേറ്റ് ആക്കി. ഇപ്പൊ നടക്കുന്നത് ദർശനം കിട്ടുകയില്ല. 4 മണിക്ക് പോയി ഞാൻ ആൾക്കാരുണ്ട്. അവിടെ പവനേട്ടൻ ആൻഡ് ഗ്യാങ്. അതാണ് നിങ്ങളുടെ പവനേട്ടൻ. രാവിലെ കണ്ട പവൻ. അമ്പലത്തിൽ വന്നു, പിന്നെ കാണാം. കൊന്നു തൊയ്ത് ഇതാണ് നിങ്ങളുടെ അമ്പലം പരിസരം. എന്തിവിടെ വട്ടമേശ സമ്മേളനം തെഗ്ദില്ല ഒളകിയത് ഉള്ളു തിരുത്തിട്ടില്ല. ബ്ലോഗ് ಬರೋದಿಲ್ಲ. ಇಲ್ಲ ತೆಗ್ದಿಲ್ಲ. ಸುದ್ದಿ ಕಾಪಿ ರೈಟ್ ಕೊಡ್ತೀರಾ ಅಂತ. ಕಾಪಿ ರೈಟ್ ಬ್ಲಾಗ್ ಸುದ್ದಿ ಏಟನ ತೋರ್ಸೋಣ ಅಂತ. കൈസപ്പ അവിടെ എല്ലാം തൊഴുതിട്ടായി. ഇപ്പൊ മേലെ അയ്യപ്പന്റെ ക്ഷേത്രത്തിൽ ഒന്ന് പോയിട്ട് ഇനി വീട്ടിൽ പോയിട്ട് പൂവിടണം. പൂട്ടിട്ടില്ല. അങ്ങനെ വീട്ടുള്ള ലേറ്റ് ആക്കി ഗൈസ്. ഇനി പോയിട്ട് പൂട്ടിട്ട് സെറ്റാക്കാം നെക്സ്റ്റ്. പിന്നേട്ടാ ഹാപ്പി ഓണം. ഹാപ്പി ഓണം. തർക്കമില്ല. അത് ആ ടോപ്പിಕ್ ഇപ്പൊ എടുക്കണം. തിരുമേനി ആ ടോപ്പിಕ್ എടുക്കണം. ಮದ್ವೆದು ಟಾಪಿಕ್ ತೆಗೀರಿ. ಇನ್ನೊಂದು ಮುಂದಿನ ವರ್ಷ ಮಾಡಿಸ್ಬಿಡೋಣ. ಜಾಬ್ ಆಯ್ತಲ್ಲ ಈಗ. കേറിയത് ഗുണ്ടോടിയാറ് ബിദ്ര ബിത്ത് ಹೋದ್ರು. ഇയാളെ ഇന്നത്തെ കണ്ടപ്പോൾ എന്റേതായിരിക്കും. നിങ്ങളുടെ ഒരു ഫ്രീ സ്റ്റോറി ഞാൻ പറയും. ವಿಷಯ ಈಗ ಹೊರಗಡೆ ಬರ್ಲಿ. ಯಾಕೋ ನಾಚಿಕಚ್ಚಿ ಅಂತ ಸುದೇಟ ವಿಡಿಯೋ ಎಡಿಟ್ ಮಾಡ್ಕೊಡ್ತೀನಿ. ನಂದ ಅಂದ ಪಯ್ಯ
ವಿಡಿಯೋ ಎಡಿಟ್ ಮಾಡ್ಕೊಡ್ತೀನಿ ಬರಕ್ ಹೇಳಿ. ಇನ್ನೊಂದು ವಿಡಿಯೋ ಹೊಸ ಆ್ಯಪ್ ಸಿಕ್ಕೈತೆ, ಮರು ವಿಡಿಯೋ. ಮುಂದ್ 2 ತಿಂಗಳು ಆದ್ಮೇಲೆ ಅದನ್ನ ಕೊಡ್ತಾರೆ. ಕೇಳಿ 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 ನಮಗೆ 2 ವರ್ಷ ಆಯ್ತು ಮುತ್ತಪ್ಪನ ಕೊಟ್ಟು. 2 ವರ್ಷ ಸುದೇಟ್, 1 ವರ್ಷ 2 ವರ್ಷ ಆಯ್ತು. 1 ವರ್ಷ 1 ವರ್ಷ ಕಳೆದು ಮುತ್ತಪ್ಪ ಜಾತ್ರೆಗೆ. ಈ ಮುತ್ತಪ್ಪ ಜಾತ್ರೆ ಇನ್ನು ಬರಕ್ಕಾಯ್ತು. ಕಳೆದ ಒಳ್ಳಾಟ ಅಲ್ಲ, ಅದಕ್ಕಿಂತ ಮುಂಚೆ ಮುತ್ತಪ್ಪ ಜಾತ್ರೆ ಫಿನಿಶ್ ಮಾಡಿ ಒಂದು ತಂದು ಕೊಟ್ಟಿದ್ದೆ ನನಗೆ. ಮಾಡೋಣ. ഇപ്പൊ ശരിയാക്കി തരാം. എന്തൊക്കെയോ നടക്കുന്നുണ്ട് ഗൈസ്. പാണ്ട കുട്ടി കൊണ്ട് വരുന്നുണ്ട്, മറൂൺ കളർ പാണ്ട. ഇത് ഇവർ രണ്ടാളുടെ ഔട്ട്ഫിറ്റ്. ഞാൻ എന്റെ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. ഇതാണ് എന്റെ ഔട്ട്ഫിറ്റ്. ഇപ്പൊ വീട്ടിൽ പുറപ്പെട്ടു ഗൈസ് അമ്പലത്തിൽ നിന്ന്. ഇനി പോയിട്ട് കൂടണം. അതിനൊക്കെ ഒരു ഡിസൈൻ സെറ്റാക്കി വെച്ചിന് അത് കാണിച്ചു തരാം. 9:30 ആയി കൂടാൻ. ലേറ്റായിട്ടോ കാണിച്ചു തരാം. മഴയില്ല, എന്നെ ഇങ്ങനെ ഒന്നും വിളിക്കണ്ട ഗൈസ്. അപ്പൊ പൂക്കളം ഞങ്ങൾ സെറ്റാക്കിന്, ഡിസൈൻ ഇട്ടിന്. ഇപ്പൊ കൂടണം. ഒരു ഹാഫ് ആൻ അവറിൽ ഇത് സെറ്റാവും. ഇതാണ് ഡിസൈൻ. ഡിസൈനൊക്കെ അതിന്. ഇതിന്റെ ഔട്ട്പുട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പൊ കുറച്ച് സെറ്റാക്കാനുണ്ട്, ഞാൻ ആക്കിയിട്ട് കാണിച്ചു തരാം. ഗൈസ് അപ്പോ ഞങ്ങളുടെ ഓണപ്പൂക്കളം റെഡിയായി. ഇപ്പോ സമയം കുറെ ആയി. ഇപ്പൊ പോയിട്ട് കുറച്ച് നാസ്റ്റാക്കിയിട്ട് പിന്നെ സദ്യവട്ടം ഞങ്ങള് പ്രിപ്പയർ ആക്കാൻ സ്റ്റാർട്ടാക്കണം. ആയോണ്ടുണ്ട് അവിടെ. എന്നാലും ഞങ്ങൾ പോയിട്ട് ഒരു വൈബ് കൊടുത്താലല്ലേ അതൊരു കംപ്ലീറ്റ് ആവണത്. സ്വഭാ ഇപ്പൊ ഓണപ്പൂക്കളം ഞാൻ കാണിച്ചു തരില്ല. ഇപ്പൊ ഇത്ര ഇട്ടിന് ഞാനത് വീഡിയോ ഇട്ട. ഓക്കെ, ഇപ്പൊ സദ്യ റെഡിയാക്കാം ഗൈസ്. അപ്പോ ഞങ്ങളിപ്പോ കുറച്ച് ടൗണൊക്കെ പോണ്ട്. കുറച്ച് സാധനങ്ങൾ അവർ വിട്ടിട്ട് വന്നു. ഇന്നലെ മേടിച്ചതല്ലാണ്ട് ഇനി കുറച്ച് സാധനം വിട്ടിട്ട് വന്നു. ഇപ്പൊ ഞാനും ഏട്ടനും വൈബ് അടിച്ച് ബിഗ് ബ്രോ ടൗണിക്ക് പോയി കടക്ക് പോകണം. കടക്ക് പോയിട്ട് കുറച്ച് സാധനം എടുക്കണം. അപ്പോൾ അവിടെ കാണാം ഗൈസ്. ഈ ഷേഡ്സ് എനിക്ക് കാണില്ല. ഇല്ല, ഇനിയൊന്ന് ഞാൻ ഇട്ട് കാണിക്കാം. അത് എൻ്റെ ആണ്. ഇത് ഇവന്റെ ഷേഡ്സ് 50 ഇത് ഇപ്പൊ എന്റെ ഷേഡ്സ് ഞാൻ കാണിച്ചു തരാം. പിന്നെ എന്റെ ഷേഡ്സ് എടുത്തവറിനെ ഞാൻ കാണിച്ചു തരാം. അവന്റെ ഷേഡ്സ് അവൻ ഇട്ടിട്ടായ പിന്നെ എങ്ങനെ ഉണ്ടാവുമെന്ന് നിങ്ങളൊന്ന് നോക്കിയിട്ട് കമന്റ് ഇടും. അങ്കൽ ബനാന ചിപ്സ് ഉണ്ടാ? ഇതിന് എത്ര? ഇത് ഏത് ഇതാ? എത്ര എടുക്കട്ടെ? ഓയ് എത്ര എടുക്കട്ടെ? മതിയാ ഗൈസ്? അപ്പൊ ഞങ്ങളിപ്പോ ബനാന ചിപ്സ് കഴിക്കാം. ഓ പൊളി കേക്ക്. അങ്കൽ ഇതൊന്ന് 90 അല്ലേ ഇതിന്? ഇവിടെ നോക്കി ഗൈസ്. മൊണ്ണ കണ്ണടി ഇട്ടിട്ട് ഹെൽമെറ്റ് ഇട്ടിട്ട് ഇനി കുറച്ച് സാധനം മേടിക്കാനുണ്ട്. മേടിച്ചിട്ട് വീട്ടിൽ പോയിട്ട് സവാള ഗിരി 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 താനൊന്നും മിണ്ടാതിരിക്കണ്ട. ഈ വാർപ്പിന്ന് എന്റെ കോൺസെൻട്രേഷൻ പോണൊന്ന്. പിന്നെ പോയി ഇന്ന് ടീച്ചേഴ്സ് ഡേയോ 3. അപ്പോ എല്ലാവർക്കും ഹാപ്പി ടീച്ചേഴ്സ് ഡേ, ഹാപ്പി ഈദ് മിലാദ് ആൻഡ് ഹാപ്പി. ഇതെന്തിനമ്മ ക്യാരറ്റ് അൽവന? പിന്നെ 3 ഇതാക്കടാ.
ഗൈസ് ഇതെല്ലാം ഞാനേ ആക്കിയത്. ഇത്ര തേങ്ങ ചെറുക്കി ഈ ഇത് ഉള്ളി ഇത് ക്യാരറ്റ് ഇതാക്കി. ഇവർ രണ്ടാള് വെറുതെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്ത് നടന്നുകൊണ്ടുണ്ട്. ഇവർ സൂപ്പർവൈസർ അത്ര. ഞാനിവിടെ ഇരുന്നിട്ട് ഇതൊക്കെ ക്ലീൻ ആക്കിയിട്ട് ആക്കിയത്. സാക്ഷി വേണമെങ്കിൽ മിങ്കു ഉണ്ട്. മിങ്കു പറയൂ ഇപ്പൊ സാക്ഷി. ഹലോ മിങ്കു. അതെ, ഞാൻ തന്നെ ഇതൊക്കെ മുറിച്ചിട്ട് ഇതാക്കിയത്. എല്ലാരും കണ്ടോണ്ടിട്ട് ഇവിടെ. ഇനി എന്താ ഇതെല്ലാം പിന്നെ ആര് മുറിച്ചത്? ഇതെല്ലാം ആര് മുറിച്ചത്? ഇത്ര വേസ്റ്റ് ഉള്ളത് എന്റെ നോക്കൂ ഗൈസ്, ഞാൻ തന്നെ എല്ലാം മുറിക്കുന്നത്. പിന്നെ ഈ ഒരു അമ്മ ഇതെന്ത് അമ്മ അമ്മ ഇതെന്തുപ്പേരി? മുട്ടക്കുപ്പ് ക്യാബേജ് ഉപ്പേരി. ഹെവി ടേസ്റ്റ് വരാൻ കാരണം എന്റെ ഈ ഒരു കട്ടിങ് സ്കില്ലാണ്. അവർക്കൊന്നും അറിയില്ല ഗൈസ്. എന്റെ അത്ര അവനക്കൊന്നും അറിയില്ല. ಅವನು എൻ്റെ ಹತ್ರ ಒಂದು ಪ್ರೂ ಅಲ್ಲ. ಯಾರು ರೊಚ್ಚಿಗೆ ಇರಬಾರ್ದು. ಪ್ರಾಣಿಗಳೆಲ್ಲ ಶಾಂತಿಯಾಗಿರ್ಬೇಕು. മലത്തി അടിക്കുന്നതൊന്നും വേണ്ട. ഗൈസ്, ഇപ്പൊ എല്ലാം ഞാൻ ആക്കുമ്പോ നിങ്ങൾക്ക് തോന്നും എന്ത് ഒരു ഷെഫ് ഉണ്ടല്ലോ ഇവിടെ എന്താക്കിക്കൊണ്ടുണ്ടാവും. 1 മണിക്കൂറിന്ന് ഒരു തേങ്ങ ചെറുകിയോണ്ടുണ്ട്. അത് ഇനിയും തീർന്നിട്ടില്ല. എല്ലായിടത്തും എന്റെ കൈ എത്തണം പറഞ്ഞ ആവൂല. എന്താക്കണത്? ഞാൻ ഒരു ആളെ ഉള്ളൂ. അതൊരു എല്ലായിടത്തും ഞാൻ പോവാനാവില്ല ഗൈസ്. സത്യം എപ്പോഴുണ്ടെങ്കിലും പുറത്തു വരും. ഞാനും അതെന്നെ പറയുന്നത് ഗൈസ്. അപ്പോ വെജിറ്റബിൾസ് എല്ലാം കട്ടിങ് ആയിന്. ഞാനാണ് ഇവിടുത്തെ. ഇപ്പൊ പോയിട്ട് നിങ്ങൾ സത്യം എവിടെ വരെ എത്തിയെന്ന് നോക്കിട്ട് വരാം. അവിടെ പോയി ഞാൻ ഇനി കുറെ ഉപ്പും മുളകും ഒക്കെ ഇടണം. ഫൈനൽ ടച്ചപ്പ് എന്താണ്? കിച്ചണൊക്കെ മെസ്സി ആയിട്ടുണ്ട്. ഇതെന്ത്? അവിയല്. ഇതെന്തോ ഇതെന്തോ ഉണ്ട്. അതെന്തമ്മ? കറി ഊറായിന്, പുളിഞ്ചായിന്, പിന്നെ അച്ചാറായിന്, എന്നിട്ട് ഇനി എന്തെന്തുണ്ട്? പായസായിന് അത്ര. ഇപ്പൊ ഞാൻ കുറച്ച് കുക്കിംഗ് ആക്കണ ആവശ്യമില്ല. ആവശ്യമില്ല. സാരമില്ല. ഞങ്ങളിപ്പോ ഫോട്ടോഷൂട്ട് പോയിട്ട് വരാം. ഒരു ഫോട്ടോഷൂട്ടൊക്കെ ആക്കിയിട്ട് ഇവിടെ ഒരു മൂത്ത കുട്ടി കടന്ന് പാമ്പ് മുഴുകി ഇങ്ങനെ ഒരു നാസ്തൊക്കെ ആക്കിയിട്ട് വന്നിട്ട് ഒറ്റരാർത്ഥം. ഇപ്പൊ ഒരു ഫോട്ടോഷൂട്ടൊക്കെ പോയിട്ട് വരാം. നോക്കട്ടെ മാവേലി തമ്പുരാന് ഞങ്ങളിപ്പോ ഫുഡ് വിളമ്പുണ്ട്. അയ്യോ, സദ്യ വിളമ്പുണ്ട്. സദ്യ ഇപ്പൊ സെറ്റാക്കി നോക്കൂ. അത് ഫുഡ് വിളമ്പുന്ന ആളാ.
സർവീസ്മാൻ. ഡ്യൂപ്ലിക്കേറ്റ് വായല്ല, ജെറോക്സ് ആക്കിയിട്ട് വന്നത് വായല്ലോ. എന്താണ് സദ്യ കമ്മിയുണ്ട്. കുറച്ച് വെയിറ്റ് ആക്കണം, കുറച്ച് വെയിറ്റ് ആക്കി തിന്നു. ഇത് എൻ്റെ ഫേവറേറ്റ് ഗൈസ്, പുളിയിഞ്ചി. പോയിട്ട് പോലീസിൽ കേസ് കൊടുക്ക. 2 ഐറ്റം മിസ്സായി. ഇരുന്ന് തിന്നിട്ട് ഇത് 2 മിസ്സായിന്ന്. ഇത് അവിയൽ, ഇത് തോരൻ, പിന്നെ എടുത്തോളൂ തോരൻ, പിന്നെ ഇത് കൂട്ടുകറി, പിന്നെ ഇത് കൂട്ടുകറി. പേരറിയില്ലെങ്കിൽ കൂട്ടുകറി. അത് ഇതും കൂട്ടുകറി. ഓക്കെ സോറി, ഇത് എൽശ്ശേരി, ഇത് കൂട്ടുകരി, ഇതെന്തോ കോസമ്പരി. ഇതാണ് സിഗ്നേച്ചർ. ഇത് പുളിയിഞ്ചി, ഇത് മോര്, പിന്നെ ഇത് ചക്കര ഉപ്പേരി, ഇത് ചക്കര വരട്ടി എന്തോന്ന്, പിന്നെ എന്തോ 2ഉം പറയൂ. ഓക്കെ, പിന്നെ ഇത് നേന്ത്രക്ക ചിപ്സ്, പിന്നെ ഇത് അച്ചാറ്, ചോറ്, കറി, പപ്പടം, വെള്ളം, പായസം, പപ്പടം കമ്മീൻ, പപ്പടം, സ്റ്റോറിയിടാണ്. പുറത്താണ് അടിച്ചു കയറ്റി തിന്ന്, പുറത്താണ് സ്റ്റോറിക്ക് ഫോട്ടോ ഇടും. ഓക്കെ, ഞങ്ങളിപ്പം കുറച്ചെല്ലാം കൊച്ചി, കുറച്ച് തോരന്, പിന്നെ കുറച്ച് അവിയൽ, പിന്നെ ഒരു പീസ് പപ്പടം, ഇത് എല്ലാം മിക്സാക്കി അങ്ങ് കൂട്ടി സദ്യ. ഞാൻ തന്നെ ഇവർക്കെല്ലാം പഠിപ്പിച്ചു കൊടുത്തത് സദ്യ എങ്ങനെ ആക്കാമെന്ന്. പേര് എങ്ങനെയുണ്ടായി സദ്യ? ഇതൊന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് വന്നിട്ട് പറയാം. ഗൈസ്, ഞങ്ങളിപ്പോ ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പളത്തിന് കുറച്ച് ഗസ്റ്റുകൾ വന്നോണ്ടിരുന്നത്. ഞാൻ ആരെന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇത് പുളിയിഞ്ചി, പുളിയിഞ്ചി മൈ ഫേവറേറ്റ്. ഇപ്പൊ നോക്കി ഓരോരുത്തരായിട്ട് വെൽക്കം ആക്കാം. പുറത്തൊരു വൈബ് ആയോണ്ടുണ്ട്, ഞങ്ങൾ 3 നാൾ ഇവിടെ വൈബ് ആക്കിയോണ്ടുണ്ട്. ഓക്കെ, വാങ്ങൂ വാങ്ങൂ. അമ്മമ്മ വന്നു, ക്രൂസവ് വന്നു, ബാക്കില് രാജുമോന് വന്നു, അതിന്റെ ബാക്കില് അച്ചു. ഒരു ഹായ് ആക്കി, വ്ളോഗിക്ക് ഹായ് ആക്കി, ഇല്ലെങ്കിൽ എല്ലാം. ഹലോ, ഇത് വ്ളോഗ്. ഇത് മാമൻ, ನಮ್ಮ ಮಾಮ ಇಸ್ ಕಮಿಂಗ್. ಎಲ್ಲರಿಗೂ ಗ್ಲಾರ್ ಹೊಡಿತೈತೆ. ಮಾಮ ಬನ್ನಿ,
ಚೋರುನಿ ಸೊಮೆಂಟಿ ಸೊಮನೇಟಿ ಅಂತರೂ ನೀವು ಕರ್ದಿಲ್ಲಲ್ಲ ಹಬ್ಬಕ್ಕೆ. ഒരു വാക്ക് വിളിച്ച മാമ ബന്നി 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 ഒന്ന് നീ 4 കുരിയോ തിന്ന് വന്നിട്ട് ഇവിടെ കുറച്ച് തിന്ന്. ഇല്ലെങ്കിൽ നിന്റെ സീക്രട്ട് എല്ലാം റിവീൽ ആക്കും ഞാൻ ആക്കിയ ഫുഡ്. നിന്റെ സീക്രട്ട് എല്ലാം ഞാൻ റിവീൽ വേണ്ടാ യൂട്യൂബ് എന്ത് റുസോ ഒരുത്തന്റെ എന്തോ സീക്രട്ട് ഉണ്ട്, അതിന് പേടിച്ചിട്ട് വന്നിട്ട് ഇരിക്കുന്നുണ്ട്. അമ്മ നീ ഇരിക്കില്ലെങ്കിൽ നിന്റെ സീക്രട്ട് റിവീൽ ആക്കും. ഏ അച്ചുക്കുച്ചോ വാ. ഇല്ലെങ്കിൽ നിങ്ങളുടെ സീക്രട്ട് ഞാൻ റിവീൽ ആക്കും. ബ്ലാക്ക് മെയിനിങ് ബിഗ് ബ്രോ. കളർ എങ്ങനെ ഉണ്ടായി അമ്മ? അമ്മ സെലക്ട് ആക്കിയ കളറുകൾ നോക്കണമായിരുന്നു നിങ്ങൾ. ഞാൻ നിങ്ങൾക്ക് ഞാൻ സെലക്ട് ആക്കിയത്. ಅಭಿಮಮ್ಮ ಕಮಿಂಗ್ ಕೂರಿ ಕೂರಿ ಬನ್ನಿ ಊಟ ಮಾಡೋಣ ಗೈಸ್. ಎಲ್ಲರೂ ಬಂದು ಇನ್ನು ஒரு 5 minutes ಮಾಡ್ತಿದ್ದಾನೆ ಅಂತ. ಹಾ മതിയാ? ഇഞ്ഞൊരു റൗണ്ട് ഇങ്ങനെ പോണം നീ. അതെന്തങ്ങനെ? സദ്യ എങ്ങനെ ഉണ്ട്? തിന്നണോ ഫസ്റ്റ് പിന്നെ പറ. അത് പോട്ടെ, പിന്നെ ടേസ്റ്റ് മനസ്സിലാവണത് എങ്ങനെ? ಎಲ್ಲರಿಗೂ ಗೊತ್ತಾಯ್ತು. ಸೊಮೆಂಟಿ ಯಾರು ಇಟ್ಟಿട്ടുണ്ടാവും? ಅಷ್ಟೇ, നമ്മൾ ജയിച്ചു ഗായ്സ്. ಯಾ ಐ ನೋ, ಹಂಗ್ ಗೊತ್ತು ನಾನು ಹಾಕಕ್ ಚೆನ್ನಾಗಿರುತ್ತೆ. ವಿಡಿಯೋ ಮಾಡ್ತಿದ್ದಾನೆ ಅಂತ ನೀವು ಎಪ್ಪಿರೋದಲ್ಲ? ಇಲ್ಲ, ಸೆಕೆಂಡ್ ಡೇ ಇಂದ ಇಲ್ಲ ಒಪ್ಪಿಲ್ಲ. ಏನೋ ಒಂದು ಫಸ್ಟ್ ಡೇ ಟೈಫಾಯ್ಡ್ ಹಿಡಿದು ಮಲಗಿದ್ದೆ ಸೋಮಿನೆಂಟಿ. അമ്മമ്മ ಒಂದು പപ്പായ എല്ലാം വെക്കണ്ടേ അമ്മമ്മ? പായസം, പഴം, പപ്പടം വെച്ചിട്ട് ഇങ്ങനെ കൊയ്ക്കുമ്പോ എന്റെ മുഖത്തൊക്കെ കുറച്ച് തിളക്കുന്ന എത്ര പ്രാവശ്യം പറഞ്ഞു വേണ്ടേ? പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊണ്ടല്ലേ പറയണം. നമുക്കേನು ಗೊತ್ತು? കുറച്ച് ചാറ് ജാസ്തി ഇടണ്ട. ഓക്കെ. പായസത്തിൽ ചാറാക്കിയത് പിന്നെ അതെന്ത് വള്ളയാ? അതെ കേട്ടു. ಬರ್ಬೇಕಲ್ಲ, ಅದಕ್ಕೆ ಕರ್ದಂಗೆ ಬರ್ಬೇಕಲ್ಲ. പായസം കൂട്ടി അടിക്കുന്ന ಕರ್ದಂಗೆ ಬರೋಲ್ಲ ಕರಿಬೋದು, ಬರಲ್ಲ ಅನ್ನೋರ್ನ ಹೆಂಗ್ ಕರಿಯೋದು? സത്യം പറ രാജു, സത്യം പറ. നിക്ക് എന്ത് വിഷയം പറ, എന്ത് വിഷയം പറ. ഗൈസ്, ഈ ചെക്കന് എന്തോ കള്ളപ്പണി ഒപ്പിച്ചോണ്ടുണ്ട്. വീഡിയോ വേണ്ടത്ര എന്തോ കള്ളപ്പണി ഒപ്പിക്കുന്നുണ്ട് ഗൈസ്. അതിന് എന്റെ ഫ്രണ്ട് എന്തെല്ലാം പറഞ്ഞിട്ട് എന്തിന് ഇരിക്കി? ഇപ്പൊ ശരിയാക്കി തരാ സുമേന്റി, ഇപ്പൊ ശരിയാക്കി തരാ സുമേന്റി. ഫീഡ്ബാക്ക് പറ, എങ്ങനെയുണ്ട് സദ്യ? സൂപ്പർ. പാങ്ങുണ്ട്. പിന്നെ ಯಾಕೆ ಕುರುಸೋ ಹಿಂಗೆ? ಗೈಸ್, ഇതാണ് അച്ചുകുച്ചു. അതാ ഇവളെ ഇപ്പൊ വെച്ചിട്ട് ഒരു ഫോട്ടോഷൂട്ട് അടിക്കാണ്. പക്ഷെ ഇവള് വൈബില്ല ഗൈസ്. പറഞ്ഞോണ്ടുണ്ട്. ഇവളുടെ കൈ ഞാൻ ചെറുതിട്ട് ഒരിക്കൽ പൊള്ളിപ്പിച്ചിട്ടുണ്ടായി. അതെല്ലാം വലിയ സ്റ്റോറി. ഞാൻ അതൊരിക്കൽ ഫ്രീ ഉണ്ടാവുമ്പോ പറഞ്ഞു തരാം. തങ്കമേ നായിപ്പോ ಆದಾಗ ಅವ್ರಿಗೆ ಇಂಟ್ರೆಸ್ಟ್ ಬರುತ್ತೆ ಅದ್ರ ಮೇಲೆ. ಆಗಬೇಕಾದ್ರೆ ನೀವು ಅವ್ರ ಕೈ ಕೊಡಿಸ್ಬೋದು ಅಷ್ಟೇ. ಬಿಗ್ ಬ್ರೋ ಕ್ಲಾಸ್ എടുക്കുന്നുണ്ട്.
ഇവൻ കബഡി നോക്കും അത്ര യൂട്യൂബില്. ಯೂಟ್ಯೂಬಲ್ಲ ಇಲ್ಲ ಟಿವಿಲಿ ಇಲ್ಲ ನಾನು ಏನಕ್ಕೆ ಹೇಳ್ತಿರೋದಂದ್ರೆ ಈಗ ಸೊಮೆಟಿ ക്ലാസ്സസ് എങ്ങനെയുണ്ടായി ക്ലാസ്? ഇപ്പൊ എന്താക്കുന്നു? ബിഗ് ബ്രോന്റെ ക്ലാസ് കേട്ടിട്ട് നിനക്ക് എന്തായി? അങ്ങനല്ല ഉള്ളിന്ന് ചെക്കനൊന്നും മനസ്സിലായി. ഉഴപ്പം പറ്റണം, ഉഴപ്പിക്കാൻ പറ്റില്ല. ಸ್ಕಿಲ್ ಇದೆ ಎಲ್ಲಿ ಬೇಕಾದ್ರೆ തിയറി ക്ലാസ് ഒക്കെ ആയോണ്ട്. How is the class, bro? Good. I'm impressed. Oh, what you learn? So much. What? Python. What is the meaning of? What is the full form of HTML? What is the full form of HTML? Hypertext market language. Market nahi hai bhaiya, markup. Market ഇവിടെ സമർപ്പിട്ട് ചന്ത. Guys, എന്താണിത്? മാർക്കറ്റ് പോലും ഹൈപ്പർ ടെക്സ്റ്റ് Markup language. ഇപ്പൊ വന്നു മാർക്കറ്റ് ലാംഗ്വേജ്. നീ ഒരു എഞ്ചിനീയറാ വെറുതെ. പർപ്പ് സിറ്റി നിങ്ങൾ ആരത് പർപ്പ് സിറ്റി നോക്കണ? അത് പർപ്പ് സിറ്റി അത്ര. മാർക്കറ്റ് ലാംഗ്വേജ് ഇപ്പോ എന്റെ കുറച്ച് ഡിസ്കഷൻ ഓൺ ഗോയിങ്. ഓക്കെ, യു ക്യാൻ ഡു ഇറ്റ്. പക്ഷെ ഉഴപ്പം പറ്റില്ല. ഡെയിലി 1 hour ഡെയിലി 1 hour സ്പെൻഡ് ആക്കി ആവണം. നിന്റെ സ്കിൽ ഡെവലപ്മെന്റ് ബാക്കി മാർക്സ്. ഇത് ജോസഫ് ടീച്ചേഴ്സ് കണ്ടോണ്ടുണ്ടെങ്കിൽ ഇവന് ഇവന് ജോസഫ് സ്റ്റുഡന്റ് ആണ്. On more. Bye. Bye guys. ಹಿಂಗೆ ಮಾಡ್ತಿರೋದು. ಬಾಯ್ അല്ല ബദലിന്റെക്ക് ബൈ മമ്മ. ബദലിന്റെക്ക് വന്നിട്ടില്ല. ನೋಡ್ಕೊಳ್ಳ ಗೇರ್ಗಿಟ್ ಆಗೋದು. ബൈ. അപ്പോ ഇപ്പൊ എല്ലാരും പോയിട്ടായി. ഇപ്പൊ ഞങ്ങള് അമ്മമ്മന്റെ വീട്ടിക്കും മാമന്റെ വീട്ടിക്കെല്ലാം ഒരു വിസിറ്റ് ഇട്ടിട്ട് വരാം. അപ്പൊ അവിടെ പോയിട്ട് എന്താവൂന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞങ്ങളിപ്പോ എവിടേക്ക് പോകുന്നത് ഗൈസ്? ഞങ്ങൾ പോകുന്നേ വരണ്ടിക്ക്. എന്തിന് നിന്റെ ഡോർ ഉണ്ടാക്കാൻ ഒന്നിച്ച് നമുക്ക് പോകാം, ഒന്നിച്ച് നമ്മൾ പോയാം, ശ്രമിച്ചാൽ വിജയം നമുക്ക്. നമ്മൾ എങ്ങോട്ട് പോകുന്നേ? ഞങ്ങൾ പോകുന്നേ വരണ്ടിക്ക്. ഇവനാണ് ഡോറ. ഞങ്ങൾ പോകുന്നു വരണ്ടിക്ക്. എല്ലാവരും ചേർന്ന് പറയൂ. ദുരന്തം. നെക്സ്റ്റ് കൊല്ലം കല്യാണം വെച്ചിട്ടാണ് ഗൈസ്. ഓക്കെ, ಬೆಳಿಗ್ಗೆ ಬನ್ನಿ ಎಂತ ಅಸಂಶಯಗಳು. ನಾವು ಅಷ್ಟಾದ್ರೆ ಹೇಳುದು, ನೀವು ಹಬ್ಬಕ್ಕೂ ಕರ್ದಿಲ್ಲ. ಅಯ್ಯೋ ಇಲ್ಲ, ಸದ್ಯ ತಿನ್ನಕ್ಕೆ ಕರೆಯೋದು.
സദ്യ സദ്യ ನೋಡಿಲ್ಲಿ ಇದು ವಿಡಿಯೋ ಇನ್ಸ್ಟ ಅಲ್ಲ, ಯೂಟ್ಯೂಬ್ ಬ್ಲಾಗ್ ಲೈವ್ ಅಲ್ಲಣ್ಣ. ಯೂಟ್ಯೂಬ್ ಆಗ್ತಾನೆ ಕಣ. ಒಂದು ಪಂಚೆ ಉಟ್ಕೋಬೇಕು. ಒಬ್ನೇ ಹೋಗೋದಾದ್ರೆ ಓಕೆ, ಇಬ್ರು ಹಾಕೊಂಡು ಹೋಗ್ಬೇಕು, ಅದ್ರೆಲ್ಲ ಅವನ್ನ ಹಾಕೊಂಡು ಹೋಗ್ಬೇಕು. അവമാന പെടുത്തിട്ടാ ചേട്ടാ, നിന്നെ ആനയും പറഞ്ഞിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടുണ്ട്. ಡೈಲಿ ನೋಡ್ತೇನೆ. 3 ಗಣಪತಿನ ಬಿಟ್ಟೋದ್ರ ಅಂತ ಬಿಡೋದು ಬಿಟ್ಬಿಟ್ಟು ದಪ್ಪ ಮಕ್ಕ ಇರೋರಿಗೆಲ್ಲ ಸೂಟ್ ಆಗ್ತಿಲ್ಲ. ಅವನ್ನ ಹಾಕ ಕೇಳಿ ಶೇಡ್ಸ್ ಅಣ್ಣ. 600 ರೂಪಾಯಿ ಕೊಟ್ಟು ತೆಗ್ದಿದಂತ ಅಣ್ಣ. ಯಾರು ಇದು ಅವನ್ನ ಹಾಕ ಕೇಳಿ. ಯಾಕ ಮಾರ ಕಂಡು ಚುಚ್ಚ ಮಾರ ಚಂದ ಕಾಣ್ ಡಾಕ್ಟರ್ ಬ್ರೋ, ಡಾಕ್ಟರ್ ಜೊತೆ ಹೋಗಿರೋದು ಅವನು ಹ್ಯಾಂಡ್ ರೈಟಿಂಗ್ ಎಲ್ಲ ಬರ್ಸ್ಕೊಂಡು ಏನೋ ಮಾಡಿ ಕರಗಿಸಿವ್ ನೋಡೋಣ. ದೀಕ್ಷಿತಣ್ಣ ಕರಗಿಸಿ ನಾನು ಕರಗ್ಸಕ್ಕೆಲ್ಲ ಹೋಗಿಲ್ಲ. ಹಂಗೆ ಇರುತ್ತೆ ಅಂತ. ಕರಗಿದ್ರೆ ಕರಗ್ಲಿ, ಇದ್ರೆ ಇರ್ಲಿ. ಓ, ಎಂತ ಒಬಿಸಿಟಿ ಬಂದ್ ಸತ್ತೋದ್ರೆ ಸಾಯ್ಲಿ. ಹೋದಂಗ ಇನ್ನೇನ್ ಮತ್ತೆ ಬದುಕಿನ ಪ್ರಯೋಜನ. ಜೀವನದ ಮೇಲೆ ಜಿಗುಪ್ಸೆ ಬಂದ ಸಂಜು ಅಣ್ಣ. ಒಳ್ಳೆ ಗಟ್ಟಿ ಇದಾನೆ. ಬಾಯ್. ಓಕೆ, ಸಂಜೆ ಬನ್ನಿ, ಫೋನ್ ಮಾಡ್ತೀವಿ. ಬಂದ್ಬಿಟ್ಟು ಈಗ ಹೋಗಿ ಬಂದ್ಬಿಟ್ಟು ಫೋನ್ ಮಾಡಿ. ನಿಶುಗೆ ಹೇಳಿದೀನಿ, ಅವ್ನು ಸಿಕ್ಕಿದ್ದ. ಬಿರಿಯಾನಿ ಮಾಡ್ಬೇಕು ತಾನೆ. ಏಯ್ ಸದ್ಯ ഹേ ഗായ്സ്, അപ്പോ ഇപ്പൊ റിട്ടേൺ ആയി ഗായ്സ്. എല്ലായിടത്തും ചുറ്റിട്ട് മാമന്റെ വീട്ടിലും അമ്മമ്മന്റെ വീട്ടിലും എല്ലായിടത്തും ചുറ്റി ഇപ്പൊ വന്ന് ടയർഡായി പോയി. ഇന്നത്തെ ഡേ മാത്രം പൊള്ളിയായിരുന്നു. അടിപൊളി വൈബ്. ഓണം വിഷു, ആ ഒരു ഓണം വിഷുക്ക് കിട്ടുന്ന ഒരു എൻജോയ്മെന്റും ആ ഒരു എനർജി എല്ലാം ഉണ്ടല്ലേ, എപ്പോഴും കിട്ടില്ല ഗൈസ്. അതൊരു വേറെ തന്നെ ഫീല്. സെലിബ്രേഷൻ, ഓണം വിഷു. എനിക്ക് പേഴ്സണലി ഞാൻ പറയാനുള്ളത്, ഞാൻ ഓണത്തിക്കും വിഷുക്കും എൻജോയ് ആക്കണ ഒരു ഇത് വേറെ എപ്പോഴും ആ ഒരു ഫീൽ കിട്ടൂല എനിക്ക്. പിന്നെ സദ്യ തിന്നാണ്ടല്ലേ അത്രക്ക് ടയർഡാവും. ഒരു ഉറക്കം ഉറങ്ങണം, അതാണ് ഫീല്. സദ്യ തിന്ന ഫുൾഫിൽ ആവണം പറഞ്ഞ ഒരു ഉറക്കം ഉറങ്ങണം. ആ ഒരു ഉറക്കം ഇപ്പൊ ഞാൻ ഉറങ്ങണം. ഇപ്പൊ ഈ വീഡിയോ എന്ത് പറഞ്ഞ ഇത് ഫസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് ക്യാപ്ചറിങ് വീഡിയോ എങ്ങനെ ക്യാപ്ചർ ആക്കണം, വോയിസ് ഓവർ എങ്ങനെ ഇതുണ്ട് എന്നൊന്നും എനിക്കറിയില്ല കറക്റ്റായിട്ട്. പക്ഷെ ഞാൻ പഠിക്കും. ഇപ്പം മൈക്ക് ഞാനൊന്ന് സെറ്റാക്കിക്കൊണ്ടുണ്ട്, അതൊന്ന് ഓർഡർ ആക്കിന്, അതൊന്നും വന്നിണ്ടായി. അത് അത്ര ഒരു ഇതില്ലാത്തതുകൊണ്ട് റിട്ടേൺ ആക്കി ഞാൻ. അപ്പോൾ ഇപ്പോൾ ആക്കിക്കൊണ്ടുണ്ട്, എല്ലാം ഞാൻ ശരിയാക്കിക്കൊണ്ട് തരാം. അതുവരെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നോക്കി നിങ്ങൾക്ക് പിന്നെ എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ആക്കി ഞാൻ പറയൂല. ആക്ച്വലി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കി, ഷെയർ ആക്കി, ലൈക്ക്, അത്രേ ഞാൻ പറയുള്ളൂ. ഇല്ലെങ്കിൽ ആരുടെയും ഫോഴ്സ് ആക്കൊന്നുമില്ല. നിങ്ങൾക്ക് അതെല്ലാം നിങ്ങളുടെ പേഴ്സണലാണ്. സോ അത്ര പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനം. നെക്സ്റ്റ് വീഡിയോയിൽ കാണുക. അപ്പോ ഇവിടേക്ക് ലൈഫ് ഓഫ് ജാക്സ് സെക്കൻഡ് വീഡിയോ തോന്നുന്നുണ്ട്. ഇത് ഫസ്റ്റത്തെ പ്രിപ്പറേഷൻ വീഡിയോ ഞാൻ ഇനിയും എഡിറ്റ് എല്ലാം ആക്കണം, അത് ഒന്ന് എഡിറ്റ് ആക്കിയിട്ടിടാം. ഇത് സെക്കൻഡ് വീഡിയോ ആയിരിക്കും. നെക്സ്റ്റത്തെ കുറെ അപ്ഡേഷൻ ഉണ്ട്, കുറെ ഇത് കോൺസ്റ്റന്റ് ആയിട്ടുണ്ടാവും ഗൈസ് ഈ യൂട്യൂബ് ചാനൽ. ഇനി നടുവിൽ നിർത്തുന്ന ഒരു സീൻസ് കിട്ടില്ല, എന്നാ കണ്ടിന്യൂറ്റി പറഞ്ഞ എന്തെങ്കിലും ഇട്ടുകൊണ്ടുണ്ടാവാം വീഡിയോസ്. അപ്പൊ അത്ര പറഞ്ഞുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു ഗായ്സ് ഈ വീഡിയോനെ. അപ്പൊ വൺസ് അഗൈൻ എല്ലാവർക്കും, എന്റെ ഫാമിലി, ഫ്രണ്ട്സ് എല്ലാവർക്കും ഹാപ്പി ഓണം. ഇനി നെക്സ്റ്റ് കൊല്ലങ്ങളൊക്കെ ഇങ്ങനെ പോയോണ്ടുള്ളത് കൊണ്ട് വേഗ വിഷു വരും. അപ്പോ വിഷുക്ക് എന്തെങ്കിലും അപ്പളത്തിന് എന്തെങ്കിലും ആയിട്ടുണ്ടാവും, എന്തെന്ന് അറിയില്ല. ഉണ്ടെങ്കിൽ എന്തെങ്കിലും പ്ലാൻസ് എല്ലാം ആക്കാം.
വൈബ്സ് അങ്ങനത്തെ കുറെ പ്ലാൻസ് ഉണ്ട്. എല്ലാരും ചേർന്ന ഒരു ഇത് അങ്ങനൊക്കെ കുറച്ച് പ്ലാൻസ് ആക്കിക്കൊണ്ടിട്ട് നോക്കാം. അതൊക്കെ ആവോ എന്തോ, എന്നാലും ഹാപ്പി പോകണം. അപ്പോൾ ഇത്ര പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ ഉണ്ടാക്കുന്നു ഗൈസ്. ബൈ ബൈ.